ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും കുഴപ്പമില്ലാതൊക്കെ പോകുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വരുന്ന കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് കുറേ കമൻസ് വന്ന് എല്ലാവരുടെയും കമൻസിന് ഒത്തിരി നന്ദിയുണ്ട്. പുതിയ ആൾക്കാരൊക്കെ വന്ന് കമൻസ് ഇടുന്നുണ്ട്. അവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. വീണ്ടും നിങ്ങൾ വീഡിയോ കാണണം, കമൻസ് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ കൂടി അറിയിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ഉടനെ അങ്ങ് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കുഴപ്പമില്ലാതൊക്കെ പോകുന്നെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു റെസ്റ്റ് എടുക്കുന്നെന്നാ. മെയിൻ കാര്യം കഴിവതും എനിക്കങ്ങ് ഒത്തിരി വയ്യെങ്കിലേ ഞാൻ റെസ്റ്റ് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കിടന്നു പോയാൽ മടി പിടിച്ചു പോകും. ഇത്രയും ചെയ്തിട്ട് തന്നെ, ഇത്രയും നമ്മൾ ജോലികൾ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ വണ്ണമൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ചെയ്യാതെ ഇങ്ങനെ കുത്തി ഇരുന്നേക്കിലൂടെ പിന്നെ പറയുകയും വേണ്ട. അതുകൊണ്ട് ഉള്ളതൊക്കെ അങ്ങ് കഴിവത് ചെയ്യും. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് പറയും പൂർമ്മനോട്, ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ, എനിക്കൊരു പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവളോട് പറയാമായിരുന്നു, എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു തന്നേയായിരുന്നു. അന്നേരം പറയും, പെങ്കൊച്ചാകുമ്പോൾ അറിയാം നല്ലോണം ചെയ്യുമോ ചെയ്യത്തില്ലയോ എന്ന്. സത്യം, ഇപ്പോഴത്തെ പെങ്കൊച്ചുങ്ങളും ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം താഴെ പോയി ഇരുന്ന ഉടനെ ഒരു ഗുജറാത്തി ലേഡി, അപ്പോൾ അവരങ്ങനെ ഇരുന്നോടനെ അവരുടെ മോള് ഇരട്ട പിള്ളേരാണ്. ഒരു മോനും ഒരു മോളും, 2 ഇരട്ട കൊച്ചുങ്ങളാണ്. അപ്പോൾ പോൾമോനെയൊക്കെ ഒരു വയസ്സിന് ഇളയതാണ്. ആ പെങ്കൊച്ച് വീട്ടിൽ തന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് ആങ്ങളെയും പെങ്ങളോട് ഉണ്ടാക്കി കഴിക്കും. ചപ്പാത്തി ഉണ്ടാക്കും, സബ്ജി ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് നല്ലതാണ്, നിങ്ങൾ പഠിപ്പിച്ചത് നല്ലതാണ്. വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ അറിയാം. ഇപ്പോഴുള്ള പെങ്കൊച്ചുങ്ങൾക്കൊക്കെ ഒന്നും അറിയത്തില്ലെന്ന് പറയുന്നത് ചില അമ്മമാരുടെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. പെങ്കൊച്ചുങ്ങളെ ആവുന്നതൊക്കെ ചെയ്ത് പഠിപ്പിക്കുക. അവർ വേറൊരു വീട്ടിൽ പോകേണ്ടിയതാ. ഇപ്പം തൊണ്ട ഒരു കുത്തി ഒരു ചുമ, ഈ വിയർപ്പൊക്കെ താഴ്ന്നയാണ്. ആണെന്നും പെണ്ണൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും ജോലി ചെയ്യും. പണ്ടൊക്കെ ആയിരുന്നു ആണുങ്ങൾ അടുക്കളയിൽ കയറി ജോലി ചെയ്താൽ നാണക്കേട്, അവളുടെ അടിമയാണ്, അവളുടെ സാരിത്തുമ്പി എനിക്ക് അങ്ങനെയൊക്കെ പറയുന്നത്. ചുമ്മാതെ അതൊക്കെ രണ്ടുപേരും ഈക്വലായിട്ട് സഹകരിച്ച് ചെയ്യുക. ഇപ്പോൾ ഉള്ള മിക്ക പെൺകുട്ടികളും ജോലിയുള്ളവരായിരിക്കും. അപ്പോൾ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിന് അവരും കഷ്ടപ്പെട്ട് വീട്ടു ജോലിയും. ഒരു മിനിറ്റ് വെള്ളം കുടിക്കട്ടെ. നിങ്ങൾ ജോലി ചെയ്തിട്ട് വരുന്ന ഉടനെ അവർ പിന്നെ വീട്ടു ജോലി ചെയ്യണം. മനസാക്ഷി ഉള്ളവരൊക്കെ ആണെങ്കിൽ രണ്ടുപേരുടെ പിന്നെ ഒത്തൊരുമിച്ച് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പോകുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായം. പെണ്ണുങ്ങൾ മാത്രമേ അടുക്കള ജോലി ചെയ്യാവുന്നൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചിടും. കാരണം ഇപ്പോൾ കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അത് ഇച്ചിരി കാണും. അതുകൊണ്ട് 2 ദിവസത്തെ ഒരുമിച്ചങ്ങ് ഇടുക. ഇപ്പം ഇച്ചിരി കണ്ടിന്യൂസ് സംസാരിക്കുമ്പോൾ അങ്ങ് ചുമയ്ക്കുക. അന്നേരം ഇന്ന് രാവിലെ പാവ് ഭാജി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് സവാള കുറച്ച് ക്വാണ്ടിറ്റി എന്നുള്ളൂ. അന്നേരം വെജിറ്റബിൾസ് ഒന്നും അധികം ഇല്ലായിരുന്നു. സവാളയും വഴറ്റി അതിലേക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലെങ്ങാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പം ഈ വെജിറ്റബിൾസൊക്കെ ഇവരുടെ വയറ്റിൽ ചെല്ലും. കഴിക്കാത്ത വെജിറ്റബിൾസൊക്കെ അത് പാവ് ഭാജിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടേ അവർക്ക് അതിഷ്ടം, അവർ കഴിച്ചോളും. അപ്പം ഞാൻ ഇതിലേക്ക് സവാള വഴറ്റിയതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ്, ഇന്ന് ഞാൻ ഇച്ചിരി കാബേജ് ഉണ്ടായിരുന്നു, അതും കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങും കാബേജും ഉള്ള വെജിറ്റബിൾസൊക്കെ. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ പാവ് ഭാജി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് എളുപ്പം ദോശ, ഇഡലി അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. അവർക്ക് അതിനോടൊന്നും അത്ര ഇതില്ല. അവർക്ക് ഇങ്ങനെയുള്ള കുസുമത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. പാസ്ത, അങ്ങനെ പാവ് ഭാജി. ഏറ്റവും ഇഷ്ടം എന്നും മാഗി കൊടുക്കാമോ അതിഷ്ടമാണ്. പക്ഷേ മാഗി ആഴ്ചയിൽ ഒരു ദിവസം കാണും ഉണ്ടാക്കും. മിക്കവാറും സാറ്റർഡേ ദിവസമാണ് മാഗി ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് അവർക്ക് കഴിക്കും. ഡാഡിക്കും ചിലപ്പം കൊടുക്കും. പിന്നെ ബാക്കി ഉള്ളവർക്ക് എനിക്കത്ര താല്പര്യമില്ല അതിനോട്. അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടം. ഈ പിള്ളേർക്ക് അതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഇട്ടാൽ അവർ കഴിക്കത്തില്ല. അതുണ്ടാക്കുമ്പോഴും മാഗി അങ്ങ് പൊടിയായിട്ട് പൊടിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഇത്തിരി 1-2 ക്രാക്ക് ചെയ്താൽ മതിയെന്ന് പറയും.
കാരണമില്ല ഫോർക്കിൽ ചുറ്റി എടുത്ത് തിന്നാൻ. ഇവരില്ല അസ്മാറിൻ്റെ ഒരു ഇത് കാണും. അത് കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഇത് കണ്ട അവർക്ക് ഓരോ സോക്കേടിളകുന്നത്. ഞാൻ ഇന്ന് മിക്സിക്കകത്ത് അടിച്ചില്ല, അതിങ്ങനെ ഉടച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ടേ. പിന്നെ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പം എല്ലാവർക്കും കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിക്ക് ഒരു ഉള്ളിക്കറി ഉണ്ടാക്കുന്നുണ്ട്. മുട്ട ഇട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം മുട്ടക്കറിയുടെ കൂട്ടാ ചെയ്യുന്നത്. ഞാനപ്പം ഉള്ളി ഒന്ന് ഇതുപോലെ ഈ പ്രസ് ചെയ്യുന്ന ചോപ്പറുണ്ടേ, നമ്മൾ ഈ വരിക്കുന്നതല്ല, ഉള്ളി അതിലോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്യും. അങ്ങനെയുള്ള അതിൻ്റെ അകത്ത് വെച്ചാൽ ഞാനിത് ഉള്ളി ചോപ്പ് ചെയ്തത്. ഇതെനിക്ക് പോൾമോനാണ് ചോപ്പ് ചെയ്ത് തന്നത്. അവൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അവൻ ചെയ്യാൻ ഇഷ്ടം അവന്, പക്ഷെ അവൻ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞു അത്ര കൊതിയാണെങ്കിൽ ഇത് ചോപ്പറിൽ വെച്ച് എനിക്കൊന്ന് ചോപ്പ് ചെയ്ത് തന്നു പറഞ്ഞു. അങ്ങനെ അവൻ ചോപ്പ് ചെയ്ത് തന്നു. ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴട്ടിയെടുക്കട്ടെ. ഇവിടെ അവൻ പഠിക്കാനിരിക്കും. അപ്പം റേച്ചാൻ അവനോട് ഓരോന്നൊക്കെ ട്യൂഷൻ്റെ അവിടെ പഠിപ്പിച്ചതൊക്കെ ചോദിക്കും. അവനത് ഇടങ്കേടിലിരിക്കും. എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ അത് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു. പ്രൈസം മോനെ മുടി വെട്ടാൻ കൊണ്ടുപോവാം. അവനെ പപ്പ പഠിക്കണമെന്ന് പറഞ്ഞതിന് അവന് സന്തോഷമായി. പിള്ളേർക്കൊക്കെ മുടി വെട്ടാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണ്ട എന്നും പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ അവനെയും കൊണ്ട് പോയിട്ട് രാവിലെ ആകുമ്പം റഷില്ല, രാത്രിയിലാകുമ്പോൾ റഷാണ്. അപ്പോൾ പെട്ടെന്ന് വരാൻ പോയിട്ട് പിന്നെ ഒരു മീൻ ഇരിപ്പുണ്ടായിരുന്നു, ചൂര. അത് ഞാൻ വെട്ടിയതൊന്നും എടുത്തില്ല വീഡിയോ. അതെല്ലാം വെട്ടിയെടുത്തിട്ട് എന്നോട് അന്നേരം കഴിഞ്ഞ ദിവസം ആരും പറഞ്ഞ് വെട്ടി വാങ്ങിയിരുന്നു. വെട്ടി അവർ തരും, പക്ഷേ ഈ ചൂരയുടെ ഒന്നും സ്കിൻ എല്ലാവർക്കും ഒന്നും എടുക്കാൻ അറിയത്തില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് അവർ പീസാക്കി തന്നാൽ പിന്നെ ഒന്നുകൂടെ മെനക്കേടാം. ഓരോ പീസിൽ നിന്നും നമ്മൾ സ്കിൻ എടുത്തെടുത്ത് കളയണം. അവർ സ്കിന്നോട് കൂടിയാണ് പീസാക്കി തരുന്നത്. അതേസമയം ഞങ്ങൾ മലയാളി പോവുകയാണെങ്കിൽ അവിടെയും സ്കിന്ന് ഒക്കെ കളയുന്നത് 1-2 പേർക്കേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അത് വെട്ടി നശിപ്പിച്ച് തരും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ചൂരങ്ങാണെങ്കിൽ ഞാൻ പീസാക്കി കൊണ്ടുവരും. ഞാൻ പറയും പീസാക്കി തന്നാൽ മതിയെന്ന്. എന്തായാലും വീട്ടിൽ വന്ന് നമുക്ക് അതിൻ്റെ സ്കിൻ കളയാൻ എളുപ്പമാണ്. ആ ഒരു പുളി അത്ര നല്ല പുളിയല്ല, അത് പൊങ്ങിക്കിടക്കുന്നത്. ഇപ്രാവശ്യത്തെ പുളി ഇത്തിരി വല്ലാതായിപ്പോയി. ഞാനതെടുത്തങ്ങ് മാറ്റി. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റി. പിന്നെ അരപ്പൊക്കെ ഒന്ന് തിളച്ചുണ്ടേ മീൻ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ കറിവേപ്പില ഇട്ട് അതവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോൾ എൻ്റെ പഴയ കാണുന്നവർക്ക് ഇത് സ്ഥിരം ബൈഹാട്ടാണ്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, പുതിയ ആൾക്കാർ ഉണ്ടെങ്കിലെന്നല്ല ഉണ്ട്, അവർക്ക് വേണ്ടി പറഞ്ഞു പോവാം കേട്ടോ. മീൻ നെകൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പകുതി അടച്ചിങ്ങനെ വെക്കുക. എന്നിട്ട് ഉലുവാപ്പൊടി ഞാൻ ഇടാൻ അന്നേരം മറന്നുപോയി. ഉലുവാപ്പൊടി ഇപ്പോഴാണ് ഇട്ടത്. ഗ്യാസേലാകുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെക്കല്ലേ, കാരണം ചട്ടിയുടെ മൂട്ടിൽ അറിയാത്തവരുണ്ടെങ്കിൽ മൂട്ടിൽ തീ ചെല്ലുന്നോണ്ടേ അത് വെടിച്ച് കീറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഇത്തിരി കുറച്ച് വെക്കണം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഇച്ചിരി തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. 2 ഏലയ്ക്ക്, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും തേങ്ങയും. ഞാൻ പറഞ്ഞില്ലേ മുട്ടക്കറി സെയിം മുട്ടക്കറി വെക്കുന്നത് പോലെ ഞാൻ മുട്ട ചേർത്തില്ലെന്നേ ഉള്ളെന്ന്. ഞാൻ മുട്ടക്കാരനോട് അന്ന് വെറുതെ പറഞ്ഞതാ, ഡോക്ടർ പറഞ്ഞത്. അയാൾ എന്നോട് ഇങ്ങോട്ട് പറയുക, ചുമ്മാ അതേ ഡോക്ടർമാർ കള്ളം പറയുക, ഡോക്ടർമാർ ഡെയിലി 1-2 മുട്ട കഴിക്കുമെന്ന്. അപ്പം ഞാൻ ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണേൽ തേങ്ങ പാല് ചേർക്കാം, അല്ലെങ്കിൽ ക്രീം ഉണ്ടെങ്കിൽ ക്രീം ചേർക്കാം. എൻ്റെ ഈ പാൽപ്പാടയില്ല, മലായി ഉണ്ടെങ്കിൽ മലായി ചേർക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം മീൻകറി ഇവിടെ നന്നായി വറ്റി ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് മീൻകറി ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്.
അപ്പം ഞാനിവിടെ ബീട്രൂട്ട് ഇതുവരെ അങ്ങനെ മെഴുക്ക് പുരട്ടി വെച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വായിക്ക് രുചിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അതുമല്ല, പ്രൈസ മോൻ ബീട്രൂട്ട് തോരൻ കഴിക്കാറില്ല. ഞാൻ അന്നേരം ചിന്തിച്ചെന്നാൽ ഇതൊന്നും മെഴുക്ക് പുരട്ടി വെച്ച് നോക്കാം, അന്നേരം എങ്ങനെ ഉണ്ടെന്നറിയാമെന്ന്. പക്ഷേ ഇത് 3 ബീട്രൂട്ടേ ഉള്ളായിരുന്നു. അത് തോരൻ വെച്ചാൽ ഒരു ഇച്ചിരി ക്വാണ്ടിറ്റി കാണും, മെഴുക്ക് പുരട്ടി വെച്ചാൽ ഒട്ടും ക്വാണ്ടിറ്റി ഇല്ല. എല്ലാവർക്കും ഇച്ചിരിച്ച് ഓരോ സ്പൂണ് വെച്ചെടുക്കാൻ കാണും. പക്ഷേ പ്രൈസമ്മോൻ അത് ഒത്തിരി ഇഷ്ടമായി. എന്നിട്ട് അവൻ പറഞ്ഞു, മമ്മി ഇതുണ്ടല്ലേ, ഇനി ഉണ്ടാക്കുമ്പോൾ ഇത്രയേ അങ്ങ് ക്രിസ്പി ആക്കണ്ട, ഇച്ചിരി ഹാർഡ് കടക്ക് പോലെ ഉണ്ടാക്കണേന്ന്. ഞാൻ ചോദിച്ചത് എന്തുവെന്ന് എനിക്ക് മനസ്സിലായോടാ? ബീട്രൂട്ടാ. ഞാൻ പറഞ്ഞു എങ്ങനെ മനസ്സിലായി? കളർ കണ്ടിട്ട്. പക്ഷെ അവനിഷ്ടമായി കേട്ടോ. അവൻ വീണ്ടും ചോദിച്ചു എന്നോട്. ഞാനപ്പോൾ അതിലോട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് ഉപ്പി പറ്റിച്ചു. ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ലാസ്റ്റ് പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും ചേർത്ത്. ഇപ്പം ഞാൻ ഇച്ചിരി ഗരം മസാല ചേർത്ത്. എന്നിട്ടത് ചെറിയ തീയിൽ വറ്റിയതിന് ശേഷം എണ്ണയൊഴിച്ച് മൂപ്പിച്ചെടുക്കുമായിരുന്നു. ഓരോ ദിവസവും ഈ കൂട്ടാൻ വെപ്പെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരിതാണ്. എന്തോ ചെയ്യണം, എന്തോ വെക്കണമെന്നുള്ള. അപ്പം ചെറുപയർ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചായിരുന്നു. ചെറുപയർ തോരനും വെക്കുന്നുണ്ട്. ഓയിലൊഴിച്ച് കടുകും ഇട്ട് ഇത്തിരി ജീരകവും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സവാളയും ചെറുപയറിനൊക്കെ വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ച് ചേർക്കും. ഇന്ന് എൻ്റെ അടുത്ത് പ്രൈസമ്മൻ പറയുക, മമ്മി കിച്ചണിൽ ഒത്തിരി നേരം കണ്ടിന്യൂസ് നിൽക്കല്ലേ, കിച്ചണിൽ ഒരു ജനലല്ല ഉള്ളു, അപ്പം ഒത്തിരി സഫോക്കേഷൻ ആയിരിക്കും അതിൻ്റെ അകത്ത്, ചൂടുമല്ലേ, മമ്മിക്ക് അതുകൊണ്ട് ഭയങ്കര ചൂടാവും. ഞാൻ പറഞ്ഞു, ഞാൻ അധികം നേരം അതിൽ നിന്നില്ലെങ്കിൽ ബാക്കി ജോലി ആര് ചെയ്യും? ഇച്ചിരി നേരം ഇവിടെ വന്ന് ഇത്തിരി റെസ്റ്റ് എടുത്ത് ഫാനൊക്കെ കൊണ്ടിട്ട് പോയി വീണ്ടും ചെയ്യണം. പറയാൻ കാര്യം, അവൻ്റെ കൈ ഞാൻ തൊട്ടെണ്ണേ ഇത്തിരി നല്ല തണുപ്പ് പോലെ ഇരുന്നു. ഞാൻ പറഞ്ഞു, നിൻ്റെ കൈ നല്ല തണുപ്പുണ്ടല്ലോടാ, എൻ്റെ കൈ ഭയങ്കര ചൂടാണ്. അന്നേരം അവൻ പറഞ്ഞത്, മമ്മി കിച്ചണിൽ എപ്പോഴും നിൽക്കുമല്ലേ. ഒരു വീട്ടമ്മയുടെ ഫുൾ ടൈം ചിലവഴിക്കുന്നത് കിച്ചണിലാണ്. ഈ ചൂട് കാരണം മനുഷ്യനങ്ങനെ ഒരു വെപ്രാളമോ ചില സമയത്ത് മനുഷ്യരോട് മിണ്ടാൻ തന്നെ ഒരു തോന്നത്തില്ല. അങ്ങ് വിയർത്തൊഴുകി അങ്ങ് ഇറിറ്റേഷൻ, മുഖമൊക്കെ അങ്ങ് എഴയുന്ന പോലെ തോന്നും. ഞാൻ പച്ചമുളക് അങ്ങനെ ചേർക്കാറില്ല, ഇച്ചിരി മുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മുടെ പയർ ഒത്തിരി വെന്തിട്ടില്ല, ഒരു വിസിൽ വന്നപ്പം ഞാൻ നിർത്തി. ഇനി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ചെറിയ തീയിൽ അവിടെ ഇട്ടേക്കും. പല സബ്സ്ക്രൈബേഴ്സും പറയും, ചേച്ചി സുഖമില്ലായിരുന്നു, ജൂലിയായ്ക്ക് സുഖമില്ലായിരുന്നു, ജിൽസിക്ക് സുഖമില്ല. എല്ലാവർക്കും കുറവുണ്ടോ ഇപ്പം? ജിൽസി നമ്മുടെ ജോമാസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, നിങ്ങൾ ഒന്ന് പോയി കാണണേ. പുള്ളിക്കാരിക്ക് വാച്ച് ടൈം അങ്ങനെ ആയിട്ടില്ല, മോണിറ്റൈസേഷനും ആയിട്ടില്ല, ഒത്തിരി വിഷമത്തിലാണ്. കാരണം ഒരു വീഡിയോ ബുദ്ധിമുട്ട് ഇടുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. കുറേ നാളുകൊണ്ട് വീഡിയോകൾ ഇടുന്നുണ്ട്, പക്ഷേ വാച്ച് ടൈം ഇനി യൂട്യൂബ് ഒരു സമയം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്ര നാളിനകം ഇത്ര വാച്ച് ടൈം വേണമെന്ന്. ആയിട്ടില്ല, നിങ്ങളൊന്ന് പോയി നോക്കണേ. അപ്പോൾ പയർ അവിടെ ഒന്ന് അടച്ചിടട്ടെ. എന്നിട്ട് ഞാനൊരു മോരുകറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ എൻ്റെ പുത്രൻ്റെ ഇത് വേണം അവന്, മൂത്ത മോന്. പയർ തോരനും മോരുകറി മീൻകറി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് ഞാൻ കടുക് വറുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മോരുകറിയും റെഡിയായി. ഇവിടെ അപ്പോഴത്തേക്കിന് പയർ ഞാൻ അടച്ചിട്ടേക്കുമായിരുന്നു, പയറും റെഡിയായി. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ വെച്ചത് ഇവിടുത്തെ ഈ കോളം റൈസ് ഉണ്ട്, അതാണ് ഉണ്ടാക്കിയത്. ഈ പിള്ളേർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. ഇത് കിലോ 70, 75, 80 അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതിപ്പം 70 രൂപയുടെയാണ്. എനിക്ക് പക്ഷേ നമ്മുടെ ബോയിൽഡ് റൈസാണ് ഇഷ്ടം. ബോയിൽഡ് റൈസിനേക്കാൾ ഇഷ്ടം റെഡ് റൈസാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇത് ഞാൻ ഷോട്ടിനെടുത്തതാണ്. പയർ തോരൻ, മോരുകറി, മീൻകറി, ബീട്രൂട്ട് മെഴുക്കുവരട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻ്റ് ഇടണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.